ഇനി കാണാം ടോപ്പ് ഹെഡ്ലൈൻസ്. കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് മെൻസ് ഹോസ്റ്റലിൽ വൻ കഞ്ചാവ് ശേഖരം. പരിശോധനയിൽ 2 കിലോ കഞ്ചാവ് പിടികൂടി. 3 വിദ്യാർത്ഥികൾ അറസ്റ്റിൽ. 2 മുറികളിലായാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നതെന്ന് പോലീസ്. കഞ്ചാവ് എത്തിച്ചത് ഹോളി ആഘോഷത്തിനെന്ന് വിദ്യാർത്ഥികളുടെ മൊഴി. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ ചോദ്യം ചെയ്യലിനുടൻ ഹാജരാവില്ലെന്ന് കെ രാധാകൃഷ്ണൻ MP. അന്വേഷണത്തെ നേരിടാൻ ഭയമില്ല. പാർലമെന്റ് നടക്കുന്നതിനാലാണ് ഹാജരാവാത്തതെന്നും വിശദീകരണം. പാർട്ടി സമ്മേളനത്തിന് പിന്നാലെ ഉയർന്ന വിവാദങ്ങൾക്കിടെ CPIM സംസ്ഥാന സമിതിയുടെ ആദ്യ യോഗം തിരുവനന്തപുരത്ത്. തെരഞ്ഞെടുപ്പ് വിയോജിപ്പും എതിർപ്പും ചർച്ചയായേക്കും. A. പത്മകുമാറിനെതിരായ നടപടിയും യോഗത്തിൽ ചർച്ച ചെയ്തേക്കും. കോഴിക്കോട് ബാലുശ്ശേരിയിൽ വൻ തീപിടുത്തമുണ്ടായത് ഗൃഹോപകരണ സ്ഥാപനമായ ലാവണ്യ ഹോം അപ്ലയൻസിൽ. ഗൃഹോപകരണ സാധനങ്ങൾ പൂർണ്ണമായും കത്തിനശിച്ചു. തീപിടുത്തത്തിന് കാരണം വ്യക്തമല്ല. മീനമാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും. 18ാം പടി കയറി വരുന്ന ഭക്തർക്ക് പുതിയ പാതയിലൂടെ ദർശനം നൽകുന്ന സംവിധാനത്തിന്റെ ട്രയലും ഇന്ന് ആരംഭിക്കും. ക്രമീകരണം അയ്യപ്പ ഭക്തർക്ക് കൂടുതൽ സമയം ദർശനം ലഭിക്കുന്ന രീതിയിൽ. പൂജകൾ പൂർത്തിയാക്കി മാർച്ച് 19-ന് നടയടക്കും. സംസ്ഥാനത്ത് അടുത്ത 3 ദിവസം ചൂട് കനക്കുമെന്ന് മുന്നറിയിപ്പ്. സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി വരെ താപനില ഉയരും. ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ കേന്ദ്രം. ഹോളി ആഘോഷങ്ങൾക്കൊരുങ്ങി ഉത്തരേന്ത്യ. ചായം പൂശിയും മധുരം വിതരണം ചെയ്തും ജനങ്ങൾ. ആശംസകൾ നേർന്ന പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും. ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കർശന സുരക്ഷ. കാനഡയിലെ പുതിയ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുടെ സത്യപ്രതിജ്ഞ ഇന്ന്. മന്ത്രിസഭയിൽ കാർണിയടക്കം 37 മന്ത്രിമാർ. അവസാനമാകുന്നത് ജസ്റ്റിൻ ട്രൂഡോയുടെ 10 വർഷക്കാലത്തെ ഭരണത്തിന്.